നന്നായിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് പ്രേക്ഷകരോടൊപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. പ്രേക്ഷകർ ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. നല്ല ഒരു ഫാമിലി കോമഡി ഡ്രാമ അല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു. പടം അതൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സൈജു കുറുപ്പൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കോമഡി ഫിലിം. കോമഡിയാണ് ഫാമിലിക്കൊക്കെ. അതായത് യാതൊരു തരത്തിലുള്ള ലാഗോ ബോറടിയോ അങ്ങനെ തോന്നിയില്ല. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. നന്നായിട്ട് കോമഡി സിനിമ ഒക്കെ നന്നായിട്ട്. ഫാമിലി സിനിമ കുറേ കാലമായി കണ്ടിട്ട്. ഉള്ള കോമഡി കുടുംബത്തിൽ നടക്കുന്നത് എല്ലാ കുടുംബത്തിലല്ലേ. ചിരിയായിരുന്നു. സിനിമ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു 10 വീട്ടിലേക്ക് 2 വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു തമാശ, ഇന്നത്തെ വയറ്റിൽ അടിയിടി കുത്തൊന്നും ഇല്ലാണ്ട് നല്ല കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. നല്ല തമാശയായിട്ടുള്ളൊരു പടം. അതിലെ ഓരോ നടന്മാരും എടുത്തു പറയാനുള്ളതാണ്. സൈജു കുറുപ്പെല്ലാം ഗംഭീരമായിട്ട്. സൈജു കുറുപ്പ് നന്നായിട്ട് എല്ലാവരുടെയും പേര് എനിക്കറിയില്ല. സൈജു കുറുപ്പ് കലാരഞ്ജനിയാണ് നമുക്ക് അറിയാവുന്നുള്ള പെട്ടെന്ന് പറയാം. പിന്നെ ശ്രീജരവി അവരും സ്ഥലമായിട്ട്. ആ പിള്ളേർ ടിൻസായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള അതിലും നന്നായിട്ട്. ചെറിയ പിള്ളേരും എല്ലാം വളരെ നന്നായിട്ട്. നല്ല ഫാമിലി എന്റർടൈനറാണ്. എല്ലാവരും കാണണം പടം. തീരെ പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് കയറി കണ്ടാണ്. പക്ഷേ നല്ല ഫാമിലി എൻ്റർടൈനറായിട്ട് ഒരു കൺഫ്യൂഷൻ കോമഡി എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന നല്ല ഫാമിലി ഡ്രാമയാണ്. അതുപോലെ കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ സായികുമാറിനെ അധികം കാണുന്നില്ല. അപ്പോൾ സായികുമാറിൻ്റെ ഒരു അതിശക്തമായ റോൾ, ഈ ഭരതനാട്യം എന്നുള്ള ഒരു ലീഡ് റോള്, ടൈറ്റിൽ റോൾ തന്നെ ചെയ്യുന്നത്, ഭരതൻ എന്നുള്ള ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് സായികുമാറാണ്. അതുപോലെ തന്നെ സൈജു കുറുപ്പ്. അതുപോലെ ഒരു തനി നാടൻ പടമാണ്. നമ്മൾ ഒരു നല്ല റിഫ്രഷിംഗ് ആയി തോന്നിയ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ. തീമൊക്കെ മുമ്പ് പല സിനിമകൾ വന്നിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ഒരു കോമഡിയുടെ രൂപത്തിൽ അത് അതിഗംഭീരമായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട് അതിനകത്ത്. ആ സസ്പെൻസ് ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് മനസ്സിലാവും. പക്ഷേ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും നല്ല രസകരമായിട്ട് സിനിമ പോകുന്നുണ്ട്. അതുപോലെ മറിമായത്തിലെ 1-2 പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു 2 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര ഒരു ഫാമിലി കോമഡി എൻ്റർടൈനറായിട്ടാണ് സിനിമ ഭരതനാട്യം വന്നിരിക്കുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.